ഒന്നും പറയില്ലേ. ഇവനെ തന്നെയല്ലേ ശരിക്ക് വിളിക്കേണ്ടത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. കിച്ചു, നമുക്കറിയാലോ കിച്ചു ആരാണ്? നമ്മുടെ ഈ പറയുന്ന കൊല്ലം സുധിയുടെ മരണപ്പെട്ട കൊല്ലം സുധിയുടെ മകൻ കിച്ചു. നമ്മളെപ്പോഴും ഈ പറയുന്ന കൊല്ലം സുധിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണാസുന എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ ഭാര്യയായിരുന്ന ആ സാധനത്തിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം അവരെ കുറിച്ച് അപരാധം മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ്. കാരണം മൊത്തം കാണിക്കുന്നതും അപരാധമാണ്, അഹങ്കാരമാണ്, അതിന് ശേഷമുള്ള ന്യായീകരണങ്ങളും മറ്റത് പലതുമാണ്. ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ കൊല്ലം സുധിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അവരറിഞ്ഞും കൂടിയില്ല, അവർക്ക് ഓർമ്മ പോലുമില്ല. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു സാധനത്തെ അവർക്ക് ഓർമ്മ പോലുമില്ല. നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഈ പറഞ്ഞ മരണ ദിവസം എപ്പോഴാണ്, ഏത് വർഷമാണ് മരിച്ചത് എന്ന് പോലും അവർക്ക് ഓർമ്മയില്ല. അന്ന് അവർ പറഞ്ഞത് ദുരന്തങ്ങൾ എനിക്ക് ഓർമ്മിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ബർത്ത്ഡേയോ അതൊരു ദുരന്തമല്ലല്ലോ, അതൊരു ഓർമ്മയില്ല, അതൊരു സന്തോഷം തരുന്ന ഒരു സംഭവം. ഒരു സ്വന്തം മരിച്ച് ഭർത്താവിന്റെ ബർത്ത്ഡേ, ഒരു ഹാപ്പി ബർത്ത്ഡേ കിച്ചോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ആരും നമ്മൾ ആരും ഓർത്തില്ല. നമ്മൾ ആരെങ്കിലും ഓർത്തു, കാരണം നമുക്ക് അതിനെ ഓർമ്മയുന്നില്ല. അവൻ എപ്പോ മരിച്ചെന്നോ അല്ലെങ്കിൽ സുധി എപ്പോ പിന്നീട് ജനിച്ചെന്നോ നമുക്ക് ഓർമ്മയില്ല. നമ്മൾ അത്രയ്ക്ക് അവനെ ഓർക്കുന്നുമില്ല. പക്ഷെ ഓർക്കുന്നവരുണ്ട്, അവർ കൃത്യമായിട്ട് ഓർത്ത് വെക്കും എന്നുള്ളതാണ്. അപ്പൊ കിച്ചുവിന് അറിയാം, ഏറ്റവും ഈ കിച്ചു എന്ത് ചെയ്ത് ഓർമ്മിച്ച് വെച്ചുകൊണ്ട് അത് അവൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ, അതിന്റെ റീലിടുന്നു, കാര്യങ്ങളിടുന്നു. മറ്റത് അറിഞ്ഞിരുന്നു എങ്കിൽ ഇതിന്റെ ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇന്നലെ കുറെ പ്രകസനങ്ങൾ കാണേണ്ടി വന്നെ. ഇന്നലെ ഒരുത്തൻ ചോദിക്കുമ്പോൾ അതിന് തൊട്ട് മറുപടി കൊടുക്കും, തന്നെടാന്നൊക്കെ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അവൻ പറയുന്ന കൊല്ലം സുധി ചത്തത് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കുക, ചത്തത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, അത് രണാസുനയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സന്തോഷിക്കാനുള്ള വാർത്ത മറ്റൊന്നുമല്ല, കിച്ചുവിന്, അതായത് കൊല്ലം സുധിയുടെ മകനായ കിച്ചുവിന് ആദ്യ ഉദ്ഘാടനം കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു സംഭവമാണ്. ആദ്യമായിട്ട് ഒരാളെ വിളിച്ച് അവന്റെ എപ്പോഴും എല്ലാത്തിലും കൂടെ നിൽക്കുന്ന ഒരാളെ വിളിച്ച് അവരുടെ തന്നെ കടയുടെ ഉദ്ഘാടനത്തിന് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കൊല്ലം ഈ കിച്ചുവിനെ വിളിക്കുന്നു. അതൊരു വളരെ സന്തോഷകരമായിട്ടൊരു നിമിഷമായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നമുക്കത് ഷെയർ ചെയ്യണം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യം അവന്റെ ആ ഉദ്ഘാടനം കാണാം. ഇപ്പോൾ അവരടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, അവരുടെ കടയാണ്, അവരാണ് അവനെ ഉദ്ഘാടനത്തിനായിട്ട് വിളിച്ചത്. എന്തൊക്കെ ആയാലും ഇത് എവിടെയാണ് സത്യമായി നോക്കിയിട്ട് കാണുന്നത്. ഇത് തൃശ്ശൂരാണോ, ചിലടത്ത് തൃശ്ശൂർ, ചിലത്ത് ട്രിവാൻഡ്രത്തിലൊക്കെ എന്നൊരു ഒരു ബൂട്ടിക്കാണ് ഈ സാധനം. അപ്പോൾ എവിടെയാണെന്നറിയില്ല. ആരായാലും നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ എന്ന് എനിക്ക് പറയാം. കാരണം നിങ്ങൾക്ക് ആ ഒരു മനസ്സുണ്ടായല്ലോ. ഇവിടെ എല്ലാവരും ഈ പറയുന്ന എന്താണ്, രണാസുനയെ വിളിച്ചു കൊണ്ടുപോയി ഉദ്ഘാടിക്കുന്നു. കാരണം അവരെ രണാസുനയെ വിളിച്ചു കൊണ്ടുപോയി ഉദ്ഘാടിക്കാനുള്ള കാരണം ഒന്നും പറഞ്ഞാൽ കുറെ ഓൺലൈൻ മീഡിയാസ് ഇവരെ ബാക്കിലേ വരും എന്നുള്ളതാണ്. അതായത് കുറെ ഓൺലൈൻ മീഡിയാസ് ആയിട്ട് വരും, ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷൻസ് കിട്ടി, കട എവിടെയാണ് എന്നുള്ളത് കുറെ പ്രൊമോഷൻസ് കിട്ടുമെന്നുള്ളത്. പക്ഷെ അതിന്റെ ഇടയിൽ നടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെ വരുമ്പോൾ ആൾക്കാരുടെ പ്രാക്ടിലും കൂടി കിട്ടുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആൾക്കാരറിയും ഇവനെ അവളെ പിടിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാലാണ് അവിടെ പോകരുത്. കാരണം ഒരു 90% ആൾക്കാർക്കും ഇവളെ കണ്ണെടുത്ത കണ്ടുകൂടാ എന്നുള്ളത് ഒരു പരമസത്യമാണ്. ആർക്കും അത് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദഹിക്കത്തില്ല. മനസ്സിലായോ? ആരും അത് പിന്നെ ഈ പറയുന്ന എന്ത് നെഗറ്റീവ് ചെയ്താലും, അമ്മയെ കൊന്നാലും അവൻ ചെയ്ത് ശരിയാണെന്ന് പറയുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, അവരുടെ കൂട്ടത്തുള്ള കുറെ എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ പയ്യനെ തന്നെ വിളിച്ച് അവനെ തന്നെ കൊണ്ട് ഉദ്ഘാടിക്കാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ആ കട നല്ല രീതിയിൽ എവിടെ ആയിക്കോട്ടെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുമല്ല ഇത് കട അറിയാവുന്നവർ ആരെന്നല്ല പോയി അവരുടെ ബിസിനസ് കൂട്ടുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇവനെ തന്നെയല്ലേ ശരിക്ക് വിളിക്കേണ്ടത്. അതാണ് കാരണം ഇവനെ സുചേട്ടൻ പറിച്ചു വെച്ചിരിക്കുകയാണ്. ഇവനെ തന്നെയാണ് ഈ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കേണ്ടത്. ഇവന് തന്നെയാണ് സിനിമ. അവർ ചോദിച്ചൊരു കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ, ഇവരെ തന്നെയല്ലേ ഉദ്ഘാടനത്തിന് വിളിക്കേണ്ടത്? അതെ, കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഇവരുടെ ജീവിത ശൈലി കണ്ട് മനസ്സിലാക്കിയവർ ഈ ഉദ്ഘാടനത്തിന് വിളിക്കേണ്ടത് ഇവനെ തന്നെയാണ്. മനസ്സിലായോ? അല്ലാതെ ഈ പറയുന്ന തുണിയെ വിത്തിട്ട് അഴിഞ്ഞാടി ഈ പറയുന്ന കൊച്ചു കുട്ടികളെ വരെ വഴിതെറ്റിക്കുന്ന, മറ്റുള്ളവർക്ക് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന അവരെ പോലുള്ള പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഇവരെ പോലുള്ള പ്രോത്സാഹിപ്പിക്കും. കുറെ ഒന്നും ഇല്ലെങ്കിലും കുറെ ഇവരുടെ അനുഗ്രഹം കിട്ടും.
അതുവഴി നിങ്ങളുടെ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. സിനിമയിലും റീൽസിലും മറ്റേ എന്ത് ഷോർട്സ് അങ്ങനെ എന്താ പറയാ മറ്റേ ഷോർട്ട് ഫിലിംസും ശരിക്കുള്ള ചെക്കൻ പുറത്തു വരുള്ളൂ. അതെ. അപ്പൊ ഇവനാണ് എത്തിപ്പെടാൻ എന്റെ അടുത്ത് കറക്റ്റായിട്ട് എത്തുന്നത്. ഇപ്പൊ നീ നമ്മുടെ സൂവിന് വേണ്ടി ഒരു പാട്ട് പാടി. മനസ്സിലായി. എന്തായാലും ഇതൊരു റീല്. അടുത്ത ഇനി ഇതിന്റെ ഇടയിൽ കൂടെ നമുക്കൊരു സാധനം വെക്കും. ഈ റനാസുനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴ് കിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്. കിച്ചുവിന് പറയാ നല്ല സൂപ്പർ ഒന്നും പറയില്ലേ. ആ ഒരു വാക്കുകൾ തന്നെ ഉണ്ട്. ഇതാണ് എനിക്ക് കിച്ചുവിന് മുമ്പുള്ളവന്മാര് കാണുന്നില്ല നോക്കിയിട്ട്. ഇതാണ് അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്. അമ്മയെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല നല്ല ഇതാണ് കിച്ചുവിനും എനിക്ക് പറയാനുള്ളത്. നല്ലതാണ്, സൂപ്പർ, വേറെ ഒന്നും എനിക്ക് പറയില്ല. ആ പറയുന്ന ടോണിലും അവന്റെ ബോഡി ലാംഗ്വേജും കൃത്യമായിട്ട് നല്ല രീതിയിൽ ഊക്കിയാണ് വിടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വലിയ പഠിത്തവും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി. അപ്പൊ ഏത് പയ്യനായിക്കോട്ടെ, ഏത് മകനായിക്കോട്ടെ, ആ ഏത് മകനാണ് ഇഷ്ടപ്പെടുന്നത്? സ്വന്തം അമ്മ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനിലൂടെ തൊട കാണിച്ചും വയറ് കാണിച്ചും മുല കാണിച്ചും മൂട് കാണിച്ചും പൈസ ഉണ്ടാക്കുന്നത്, വായിട്ടിളക്കിയും നാക്കിട്ടിളക്കിയും ഒക്കെ മറ്റുള്ളവർ തൊട്ടടുത്ത് നിൽക്കുന്നവരെ എന്ത് ചെയ്തു ലൈംഗികമായി ഉത്തേജിപ്പിച്ച് അവരുടെ ആ ആസ്വാദനം വിറ്റ്, മനസ്സിലല്ല, അത് ഒരു കച്ചവടമാക്കി എടുത്തുകൊണ്ട് തന്റെ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരമ്മ ഏത് മകനാണ് ഇഷ്ടപ്പെടുന്നത്? ഒരു മകനും ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൻ മകനായിരിക്കരുത്, മനസ്സിലായി. ഒന്നാമത് ഇവൻ യഥാർത്ഥം അവനും കൂടിയല്ല, എന്നിട്ട് പോലും മനസ്സിലായി അവന് വെളിയിറങ്ങി നടക്കണം. അറിയുന്ന എന്റെ അമ്മ ഞാൻ കണ്ടത് അവിടെ, എന്റെ അമ്മ തുണിയാവത്തിട്ട്. ഇപ്പൊ മറ്റേ ഈ പറയുന്ന മറ്റവനുണ്ടല്ലോ, ആര് വെറുതപ്പൻ കൊച്ചാണ്, അവൻ അറിയത്തില്ല. അവൻ വലുതാകുമ്പോ ഇതിന് ചോദിക്കും, വലുതാകുമ്പോ തിരിഞ്ഞു ചോദിക്കും, അമ്മ ഇങ്ങനെ ഇനി എന്തൊക്കെ കൊടുത്താലും എത്രയൊക്കെ പൊന്നുകൊണ്ട് പണം കൊണ്ട് മൂടിയാലും ഒരു നാൾ അവന് പുറത്ത് സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതായിട്ടുള്ള ഒരു കാലം വരുമ്പോഴും അപ്പോഴ് ആൾക്കാര് തിരിഞ്ഞു ചോദിക്കും. സ്കൂളിൽ പഠിക്കുമ്പോൾ പോട്ടെ, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ആയിക്കോട്ടെ, ആരെങ്കിലൊക്കെ തിരിഞ്ഞു ചോദിക്കും. ഒരു വടക്കുണ്ട് എന്റെ അമ്മ ഇങ്ങനെ ഇല്ലേ പണം ഉണ്ടാക്കി ചോദിക്കുമ്പോൾ അവനവനെ ഉത്തരവില്ലാതാവും. അപ്പോഴാ കുട്ടി വന്ന് തിരിച്ചു ചോദിക്കും. അപ്പോഴൊക്കെയാണ് ഉത്തരങ്ങൾ കൊടുക്കാനുള്ളത്. അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ഇപ്പോഴേ ഗണാസുനയ്ക്ക് ഉത്തരങ്ങളായി ഇല്ലാത്തത്. അത് കേൾക്കാൻ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന താറാവിനെ പോലുള്ള ശാരീരികമാർ ഇഷ്ടമാരുള്ളൂ. അടിപൊളി എന്നല്ലേ പറയണം, നീ സൂപ്പർ ആയിട്ട് നീ തുണിയാ ഒത്തുന്നാണ് ശാരിക പറയണത്. ഫ്രണ്ട്സ് ഹാപ്പിയാണോ അല്ലേ? അതാണ് ഇവന്മാരാണ്. ഇവൻ ഡൗൺ ആയി പോയ സമയങ്ങളിലെല്ലാം അവനെ ഇടം വലം നിന്ന് പിടിച്ചിരുന്നത്. പിന്നെ ഞങ്ങളും കിച്ചുമായിട്ട് എപ്പോഴും കോണ്ടാക്ട് വെക്കാറുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾ കാണാൻ പറ്റുന്ന അവസ്ഥകൾ കാണാറുണ്ട്. പക്ഷെ അതങ്ങനെ നമ്മള് അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും കാണില്ല മാത്രം. ഞങ്ങൾക്ക് അവനെ കാണുമ്പോ അത് അവനും ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇന്റിമസിയാണ്. അതെന്താന്ന് പറയാൻ ഞങ്ങൾക്കും അറിയില്ല അല്ലേ? അതെ. അപ്പൊ എല്ലാവരോടും നല്ലൊരു താങ്ക്സ്. നമ്മുടെ കിച്ചുവിന് വേറെ ലെവലിൽ എത്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരാണ്, നമ്മൾ ഓരോരുത്തരാണ് അല്ലെ? ഈ കഥയും ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർഡ് വർക്ക്, ഉറക്കമില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തൊരു സംഭവം ഇത്. ഇപ്പം ഇത് നല്ലപോലെ ആവണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ഇതും ഞാനും ആ ഒരു സ്ഥാപനം നല്ല രീതിയിൽ പോകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം കിച്ചുവിനെ വിളിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു. ഇവർ ഇപ്പം മാത്രമല്ല ഉടനീളം കിച്ചുവുമായിട്ട് കോൺടാക്റ്റിൽ ഉള്ളവരാണ്. പലപ്പോഴും എനിക്കൊന്ന് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് എന്തോ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ ഇവനെ എങ്ങനെയെങ്കിലും പിന്നെ ഉയർത്തിക്കൊണ്ട് വരണം, എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ വളരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ നന്മ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് കൂട്ടുകാരന്മാരുടെ കേസ് ശരിയാണ്, എന്തിനും അവന്മാർ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അവന് ഒരു ഡൗൺഫോൾ വന്നപ്പോഴൊക്കെ ഏത് സമയത്തും കൂട്ടുകാരന്മാരെ നിലവിലുണ്ട് എന്നുള്ളതും അതും ഒരു പിന്നീട് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇങ്ങനൊരു കട തുടങ്ങുമെന്ന് പറയുമ്പോഴും ആദ്യം ഇനാഗ്രേഷന് വിളിക്കുന്നത് എന്നെ തന്നെയാണ്. അതിന് ഭയങ്കര സന്തോഷം. താങ്ക് യു. കിച്ചുവിന്റെ ആദ്യ ഉദ്ഘാടനമാണ് അല്ലേ? അതെ അതെ. ഇനി വെച്ചൊരു ഏറ്റവും എല്ലാത്തിന്റെ ഒരു തുടക്കം
ഇവരാണ്. ചേച്ചി എങ്ങനെയാണ് കിച്ചുവിനെ ആദ്യമായിട്ട് കാണുന്നത്? കിച്ചുവിനെ മലയാളികളായ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പേഴ്സണലി നേരിട്ട് പരിചയം? എനിക്ക് ശരിക്കും ഇവനടുത്തൊരു കൊല്ലം സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ഞാൻ മഴവിന്റെ മറ്റേ ഫ്ലവേഴ്സിന്റെ അല്ലെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിലല്ലേ വന്നത്. അപ്പോഴാണ് കുറച്ച് വലുതായ കിച്ചുവിനെ നമ്മൾ കാണുന്നത്. ചേട്ടൻ മരിച്ചതിന് ശേഷം പിന്നെ ഇതിന്റെ പരിപാടികൾ അങ്ങനെയൊക്കെ കണ്ടിട്ട് നമുക്ക് എല്ലാ മലയാളി അമ്മമാരെ പോലെ തന്നെ ഒരു ഇഷ്ടമുണ്ട് അവന്റെ അടുത്ത്. ഓക്കെ, ഇവരാണ് ആദ്യമായിട്ട് അവൻ എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനം. ഇവരുടെ ആദ്യ ഉദ്ഘാടനമാണ് അല്ലേ അവന് ഫ്ലവേഴ്സിൽ വന്ന ആ സമയം തൊട്ട് അവരായിട്ടുള്ള ഇഷ്ടമാണ്. എല്ലാ മലയാളി അമ്മയെ പോലെ എനിക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ വളരണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം അവനുണ്ട്. ഇതിന് ശേഷം ഇവന് കുറേ റീൽസിലുണ്ട് കേട്ടോ. ഇതിന് ശേഷം ഇവന് വെച്ചടി എന്താണ് പല പല റീൽസുകൾ കിട്ടട്ടെ, പല സംഭവം കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് അവര് എന്ത് ചെയ്യുന്നുണ്ട്, അവനെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഈ പറയുന്ന രണാസുനെ പോലുള്ളവരെ കൊണ്ട് ഉദ്ഘാടിക്കുമ്പോൾ ഇനി ഉദ്ഘാടിക്കാൻ പോകുന്നവരെ ആലോചിക്കുക, ഇവനെയൊക്കെ വിളിച്ചൊരു ഉദ്ഘാടനമോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കുക, അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ്. അത് മനസ്സുകൊണ്ട് കുറെ അമ്മമാരുടെ അനുഗ്രഹം കിട്ടും. അതുവഴി നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ പോകാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ആദ്യത്തെ ഉദ്ഘാടനമാണ്. ഇതുപോലെ ഒരുപാട് ഉദ്ഘാടനങ്ങൾ കിട്ടട്ടെ. ഭാവിയിൽ ഒരുപാട് തന്റെ കരിയറിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ, ഒരുപാട് പിന്നെ സമ്പാദ്യം ഉണ്ടാകട്ടെ. അച്ഛന്റെ പേര് ഉയർത്തിപ്പിടിക്കാനുള്ള ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ശക്തിയും ധൈര്യവും ഒക്കെ ദൈവം തരട്ടെ. അതിനോടൊപ്പം പണം കൂടുമ്പോൾ അഹങ്കാരങ്ങൾ വരാതിരിക്കട്ടെ, അഹങ്കരിക്കാനുള്ള ഇട ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പണം വരുമ്പോൾ എനിക്ക് അഹങ്കാരം വരരുത് എന്നാണ് ആദ്യം പ്രാർത്ഥിക്കുക. അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പോലെ പണ്ട് കരഞ്ഞ് വിളിച്ച് കടവും വാച്ച് മറ്റവും വാച്ച് നടന്നതാണ്. ഇപ്പോൾ പണം കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന അഹങ്കാരങ്ങൾ, ഇപ്പം കൊടുക്കുന്ന പിന്നീട് ജോലികൾ, അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. പണത്തിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട പണി വരും ഞാൻ ചെയ്യാം എന്ന് തുനിഞ്ഞു നടക്കുന്നത് പറഞ്ഞിട്ട് കാര്യം. കാരണം കുറെ ഓൺലൈൻ മീഡിയാസ് ഇതിന്റെ ബേക്കിൽ നടപ്പുണ്ട്. ഇത് തുമ്മണതും തോറണതും കാരണങ്ങളെല്ലാം എടുത്ത് ഓൺലൈനിൽ ഇട്ടുകൊണ്ട് അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ചിരിച്ചുകൊണ്ട് അല്ലെ എടുത്തടിച്ചുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഇപ്പം പറയുന്നതോ ഇപ്പൊ എന്റെ ആ ഒരു വീഡിയോസ് നാക്കിട്ട് കറക്റ്റ് വീഡിയോസ് പുറത്താക്കിയതുകൊണ്ട് എനിക്ക് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. സബ്സ്ക്രിപ്ഷൻ കൂടിയെന്നാണ് 3500 എന്തോ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരി തന്നെയാണ്. കുറെ ഞരമ്പന്മാർ കുറെ പേര് അറിയുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പം രണാസുനെ ഇതൊക്കെ കാണിച്ചു തുടങ്ങി. നാളെ ഇതിന്റെ അപ്പുറം ഇന്ന് നാക്കിട്ട് കാണിച്ചു, നാളെ വേറെ വല്ലതും കാണിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് പേര് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ കിട്ടി. ഈ പൈസയൊന്നും ഉതകില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇതൊന്നും ഉതകില്ല. ഇതൊക്കെ നാളെ ഇന്നിപ്പം കണ്ടില്ലേ കുറെ പെൺഭാണിപം നടത്തി കുറെ എണ്ണം ഇപ്പം ഉള്ളിലായത്. കരിഷ്മ എടുത്ത് പറഞ്ഞ കരിഷ്മ ഈ പറയുന്ന മീറ്റ് മൈ മാനേജർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് കിട്ടില്ലല്ലോ. ഇത് താങ്കൾ മാത്രമാണോ? ഇതുപോലെ മാനേജറായിട്ട് എത്ര പേർക്ക് ഇവിടെ മാനേജറായിട്ട് ഇരിക്കുന്നു? അതൊക്കെ പുറത്തൊരു അവസാനം തലയിലും ഷോള് ഇട്ടുകൊണ്ട് പോകുന്നത് നമ്മൾ കാണേണ്ടതായിട്ട് വരും. അതിൽ താങ്കൾ ഒരു ഭാഗമല്ലാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ. മനസ്സിലല്ല, ആ രീതിയിലാണ് താങ്കളുടെ പോക്ക്, ആ രീതിയിലാണ് താങ്കളുടെ ഓരോ സംഭാഷണവും ഓരോ വാക്കുകളും വരുന്നത്. അത്രയ്ക്ക് അഹങ്കാരത്തിന്റെ മുൾമുലയിൽ നിൽക്കുന്നവരാണ്. തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് താങ്കൾക്ക്. ഇപ്പൊ കുറച്ച് ക്യാഷ് കൈ വന്നപ്പോ എന്ത് ചെയ്യണമെന്നറിയത്തില്ല, മതിമറന്ന് നടക്കുകയാണ്. ഇനി തുണിയില്ലാതെ വേണമെങ്കിലും ക്യാഷിന് വേണ്ടി എന്ത് ലെവലും ചെയ്യാനുള്ള ഒരു തലത്തിലേക്ക് താങ്കൾ എത്തി. കാരണം താങ്കളുടെ അച്ഛനും അമ്മയും ആരും താങ്കൾ കേൾക്കാൻ പോകുന്നില്ല. ആ ലെവലിലെത്തി. അപ്പോൾ കിച്ചു അവിടെ നിന്ന് മാറി. എന്തായാലും കിച്ചു നല്ലൊരു ഭാവി ഞാൻ നേരുന്നു. അതുപോലെ ഇനിയും കുറെ ഉദ്ഘാടനങ്ങൾ കിട്ടട്ടെ, ഇനിയും കുറെ ഉയർച്ചയിലേക്ക് പോകട്ടെ, നല്ല രീതിയിൽ പിന്നെ ജീവിക്കാൻ കഴിയട്ടെ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.